ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഓണ റെസിപ്പി ആയിട്ടാണ്. ഓണത്തിന് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഈ പായസം നമ്മളൊരു പിങ്ക് പാലടയുടെ ടേസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അവൽ വെച്ചിട്ടാണ്. അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനുള്ള പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇനി പാൽ സ്റ്റൗവിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. പായസത്തിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ml കപ്പിന് 1 കപ്പ് അവലാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള അവലാണ്. അവലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. അവൽ ചേർത്തതിന് ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അവൽ നല്ല ക്രിസ്പിയും ചെറുതായിട്ടൊന്ന് കളറ് മാറി വരണം. അവൽ നല്ല ക്രിസ്പിയും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. ഇനി കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് വിടർത്തിയിട്ടതിന് ശേഷം കുറച്ച് സമയം ഇളക്കാതെ ഇതുപോലെ തന്നെ വെക്കണം. ഇപ്പോൾ പഞ്ചസാര ചെറുതായിട്ട് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളമെല്ലാം ഒഴിച്ച് നല്ലപോലെ തിളച്ച് കട്ടയില്ലാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ തിളപ്പിക്കാം. മിൽക്ക് മെയ്ഡ് എല്ലാം ചേർത്ത് കഴിഞ്ഞ് പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കണം. അവൽ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അവൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അവൽ കുറച്ച് കട്ടിയുള്ളതായതുകൊണ്ട് ഒരു 10 മിനിറ്റ് എടുക്കും കുക്കായിട്ട് വരാനായിട്ട്. കട്ടി കുറഞ്ഞ അവലാണെങ്കിൽ വളരെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അവൽ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ ചെറുതായിട്ടൊന്നും കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര നമ്മുടെ മധുരത്തിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അവൽ പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഷുഗർ സിറപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് സമയം കൂടി കുക്ക് ചെയ്യണം. പായസം ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം. പായസമെല്ലാം ഇപ്പോൾ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകി പോകേണ്ട, കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നല്ലപോലെ കുറുകി വരും. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. പായസത്തിൽ ചേർക്കാനായിട്ട് കുറച്ച് കശുവണ്ടിയും കിസ്മിസും വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കണം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കണം. കശുവണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് മൂപ്പിക്കണം. കശുവണ്ടി എല്ലാം ഒരു ചെറിയ ബ്രൗൺ കളറും കിസ്മിസ് എല്ലാം ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വറുത്തെടുത്ത കശുവണ്ടിയും കിസ്മിസും പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയുമായ അവൽ കാരമലൈസ്ഡ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.